പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ സാന്നിധ്യമായി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് കർത്താവെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾക്ക് ഉള്ളവരെയും ഞങ്ങൾക്കുള്ളതിനെല്ലാം തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസത്തിൻ്റെ 24-ാം തീയതിയുടെ ഈ പ്രഭാതം നമ്മൾ ദൈവം നമുക്കൊരു ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വചനമാണ് നമുക്ക് നൽകുന്നത്. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കാതെ, ലോകത്തിൻ്റെ പ്രത്യാശയും ദൈവം നൽകുന്ന പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസമാണ്. ലോകത്തിൻ്റെ പ്രത്യാശയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അത് പലപ്പോഴും സാഹചര്യത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ കഴിവിൽ ശേഷിയിലൊക്കെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യൻ ഓരോന്നൊക്കെ പറയുക. എന്നാൽ ദൈവത്തിൻ്റെ നിന്ന് വരുന്ന പ്രത്യാശ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. ഇത് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് വചനം നമുക്ക് പറഞ്ഞു തരുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഉറപ്പ് നൽകുന്നു. നമ്മൾ യോഗ്യരാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ് വചനം മാംസമായ ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ വസിക്കുന്നത്. അവിടുന്ന് വചനം മാംസമായത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ സ്നേഹമാണ് നമ്മളെ യഥാർത്ഥത്തിൽ ചേർത്ത് നിർത്തുന്നതും നമുക്ക് പ്രത്യാശ നൽകുന്നതും. നമ്മൾ പാപികളാണ് എങ്കിലും ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. കാരണം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ വലിയ പ്രതീക്ഷ കൊടുക്കുന്നു. അവിടുന്ന് നമ്മുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ദൈവം നമ്മെ മുന്നോട്ട് നടത്തുന്നു എന്നുള്ള കാരണം. അപ്പോൾ സ്നേഹമുള്ളിടത്ത് പ്രത്യാശ സ്വാഭാവികമായിട്ട് ജനിക്കുന്നു. നമുക്കറിയാം, സ്നേഹമല്ല വെറുപ്പാണെങ്കിൽ അവിടെ ഒന്നിനൊരു സാധ്യതയില്ല, ഒരു ഓപ്പണിംഗ് ഇല്ല. എന്നാൽ സ്നേഹമുള്ളിടത്ത് കരുണയുണ്ട്. അവിടെ ദൈവം നമുക്കായിട്ട് കരുതി വയ്ക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട്. നീ കുറവുള്ളവനോ പാപിയാണോ അല്ലെങ്കിൽ പോരായ്മയുള്ളവനാണോ എന്നൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിച്ച്, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന ഒരു വാക്ക് മാത്രം, തിരിച്ചു വരാനുള്ളൊരു മനസ്സ്, ഇത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഒഴുക്കുന്നതാണ്. അതുപോലെ തന്നെ അത് ദൈവം എന്നെ വിട്ടുപോയിട്ടില്ല. മാമുദിസായിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആ ദൈവിക ഛായ, ആ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ ദൈവത്തെ നമ്മൾ തിരികെ ആ പാപ വഴികളിൽ തിരികെ വന്ന് ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മളെ വീണ്ടും പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് നയിക്കുന്നു. നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗം നീ സ്വന്തമാക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, റോമാലേഖനത്തിന് തന്നെ 5-ാം അധ്യായം അതിൻ്റെ 3-4 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, കഷ്ടത സഹനശീലം നമുക്ക് പ്രത്യാശ നമുക്ക് നൽകുന്നു. അപ്പോൾ കഷ്ടത ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു എൻഡല്ല. ആ കഷ്ടതയിലൂടെ നമ്മൾ സഹനശീലം അഭ്യസിക്കുകയാണ്. നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി, അതിലൂടെ നമ്മൾ അതിനെ മറികടന്ന് പ്രത്യാശയിലൂടെ ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നത് സ്വന്തമാക്കാൻ തയ്യാറാകണം. പ്രിയമുള്ള, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ, രോഗാവസ്ഥകൾ, പരീക്ഷകൾ, അതുപോലെ തന്നെ തളർന്നു പോകുന്ന അവസ്ഥകൾ, തകർച്ചകൾ, ഇവിടെയൊക്കെ ദൈവത്തിലേക്ക് നമ്മൾ നോക്കണം. കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തെ കീഴടക്കിയവനാണ്. ആ കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. അവിടുന്ന് നമ്മൾ പറയുന്നു, ഈ രാത്രിയും കടന്നു പോകും, ഈ ദുഃഖവെള്ളിയും കടന്ന് ദുഃഖശനിയും കടന്ന് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്നത്തെ സഹനങ്ങളൊക്കെ നാളത്തെ മഹത്വത്തിൻ്റെ മുന്നോടിയാണെന്നുള്ള തിരിച്ചറിവ് കർത്താവ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. അപ്പോൾ ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് സ്വന്തമാക്കാം. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹമാണ് വചനം
ഈ വചനമാണ് മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മളെ ഒരു മുന്നോട്ട് നയിക്കുന്നവരുമായ കർത്താവ്. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ജനുവരി മാസത്തിൻ്റെ 24-ാം തീയതി പ്രഭാതത്തിൽ അങ്ങ് നൽകിയ പ്രത്യാശയുടെ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിത വഴികളിൽ, കഷ്ടതകളിൽ, രോഗത്തിൽ, തകർച്ചയിൽ, ഒറ്റപ്പെടലിൽ കർത്താവെ, ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകാൻ, അങ്ങയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.